നീയാ? എനിക്കേ മുടി വെട്ടണം. വീട്ടിക്കൊള്ളൂ. അങ്ങനെ വെറുതെ വെട്ടിയാൽ പോരല്ലോ. കുറേ ആയി ലോങ് ഹെയർ. ഇനിയിപ്പോൾ ലോങ് ഹെയർ മാറ്റി പിടിക്കാം. ഷോർട്ട് ഹെയർ വെട്ടാനാ? വെറുതെ ഒരു സ്ഥലത്ത് വെട്ടിയാൽ പോരാ. കുറച്ച് നല്ല ക്വാളിറ്റിയുള്ള ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള നല്ല സർവീസുള്ള ഒരു സ്ഥലത്ത് വെട്ടണം. ക്വാളിറ്റി ഉള്ള ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള നല്ല സർവീസ് ഉള്ള സ്ഥലം കൊച്ചിയിൽ എനിക്കങ്ങനെ വേറെ അറിയില്ല. ശരിക്കറിയാം. ഞങ്ങളുടെ പോവാം. അപ്പോൾ ഇതാണ് ലൈറ. കൊച്ചിയിലേക്ക് എത്തിയവരും കൊച്ചിയിലുള്ളവരും ഒക്കെ സ്കിൻ ട്രീറ്റ്മെൻറ്റിനായിക്കോട്ടെ ഇനി ബ്യൂട്ടി ട്രീറ്റ്മെൻറ്റിനായിക്കോട്ടെ തേടി പിടിച്ചെത്തുന്ന നമ്മുടെ കൊച്ചിയിലെ ഒരു സലോണാണ്. ഏറ്റവും നല്ല സലോണാണ് ലൈറ. അപ്പോൾ അവിടേക്കാണ് നമ്മൾ ജ്യോതിഷയുടെ ഹെയർ കട്ട് ചെയ്യാൻ വേണ്ടിയിട്ടും ബാക്കി ഇവിടുത്തെ സർവീസസിനെ കുറിച്ചും ബാക്കി ഡീറ്റെയിൽസും ഒക്കെ ഇവിടെയുള്ള ആൾക്കാരോട് ചോദിച്ച് മനസ്സിലാക്കാനൊക്കെ എത്തിയിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ലൈറേനെ കുറിച്ച് കൂടുതൽ ചോദിച്ച് അറിയാം. വരും. ഓക്കെ, അപ്പോൾ ഫൈനലി നമ്മുടെ ജ്യോതിഷയുടെ ഹെയർ കട്ട് വന്നിരിക്കുകയാണ്. അപ്പോൾ ജ്യോതിഷ ആദ്യം അവിടുന്ന് നമ്മൾ ഭയങ്കര ഷോർട്ടാക്കിയിട്ട് ഹെയർ ചെയ്യണമെന്ന് പറഞ്ഞിട്ടാണ് വന്നത്. അപ്പോൾ നമ്മളിവിടുന്ന് ഒരു സ്റ്റൈൽ അല്ലേ സെലക്ട് ചെയ്തിട്ടുണ്ട്. ചേച്ചി പറഞ്ഞോളൂ, ഏതായിരുന്നു? നമുക്കൊരു ബോബ് ടൈപ്പ് ചെയ്യാം. ബോബ് ടൈപ്പ് ചെയ്യാം, അതാണ് ചെയ്യണേ. അപ്പോൾ അത് ഏത് വരെ ഇറക്കും, ലെങ്ത് വരും? നമുക്ക് ബാക്ക് സൈഡ് ഈ ഒരു ലെങ്ത് വരെ, ഫ്രണ്ട് സൈഡ് വരുമ്പോൾ കുറച്ച് ലെങ്ത് കൂട്ടിയിട്ടും വരും. ഓക്കെ, ഒരു ഫേസിനൊരു പുതിയൊരു ലുക്കിന് വേണ്ടിയിട്ട്. അപ്പോൾ ഇത് ഇനിയിപ്പോൾ എന്തൊക്കെ ചെയ്യാനുണ്ട്? ഇപ്പോൾ കട്ട് ചെയ്യുന്നതിന് മുമ്പ് എന്തൊക്കെ ചെയ്യും? കട്ട് ചെയ്യുന്നതിന് മുമ്പ് നമുക്ക് വാഷ് ചെയ്യാം. ഹെയർ ഷാംപൂ വാഷ് വിത്ത് കണ്ടീഷണർ, ദെൻ ഹെയർ കട്ട്. ഓക്കെ, അപ്പോൾ ചെയ്യാം. ഓക്കെ, അപ്പോൾ ലൈറയുടെ കൂടുതൽ സർവീസസിനെ കുറിച്ചും ഇവരുടെ ഓഫറിനെ കുറിച്ചൊക്കെ നമ്മളോട് കൂടുതൽ ഡീറ്റെയിൽ ആയി പറയാൻ വേണ്ടിയിട്ട് നമ്മുടെ ഹരിത ചേച്ചി നമ്മുടെ കൂടെ ഉണ്ട്. അപ്പോൾ ചേച്ചി നമുക്ക് കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് കാര്യങ്ങളൊക്കെ പറഞ്ഞുതരും. അപ്പോൾ നോക്കാം. ഇത് പെർമനൻറ്റ് സ്മൂത്തനിങ്, ഇത് ലാസ്റ്റ് സ്റ്റെപ്പാണ്, അതിൻ്റെ ഫൈനൽ റിസൾട്ടാണിത് വരുന്നത്. ഇതിപ്പം ഓൾറെഡി ഇതിൻ്റെ 3.5 hours ഉള്ള പ്രോസസ്സാണ് വരുന്നത്. ഇത് ഫസ്റ്റ് നമ്മൾ കൺസൾട്ട് ചെയ്തിട്ട് മാമിൻ്റെ ഹെയർ കൺസൾട്ട് ചെയ്തതിന് ശേഷം നമ്മൾ സ്മൂത്തനിങ് സ്യൂട്ടബിൾ ആണെന്നുള്ളതുകൊണ്ടാണ് നമ്മൾ ചെയ്തത്. ലൈക്ക് ഫസ്റ്റത്തെ പ്രോസസ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ ഹെയറിൽ കെമിക്കൽസ് ഉണ്ടാവും. നമ്മൾ ഓയിലൊക്കെ യൂസ് ചെയ്തിട്ടുള്ള അത് ഫസ്റ്റ് ഷാമ്പു യൂസ് ചെയ്തിട്ട് ക്ലിയർ ചെയ്ത് കളയും. അത് കഴിഞ്ഞിട്ട് പിന്നെ ഹെയറിൽ കെമിക്കൽ ക്രീം അപ്ലൈ ചെയ്യും സ്ട്രെയിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. അത് നമ്മളൊരു 45 minutes എബോവ് നമ്മൾ മുന്നേ ചെയ്തിട്ടുണ്ടായിരുന്നു. 45 minutes എബോവ് ആ ക്രീം വെച്ചിട്ട് മുടി ബാൻഡ് ചെയ്തിട്ട് വെക്കും. അത് കഴിഞ്ഞിട്ട് കഴുകിയതിന് ശേഷം സ്ട്രെയിറ്റ് ബ്ലോ ഡ്രൈ എന്ന് പറയും. അത് ആ പ്രോസസ്സ് കഴിഞ്ഞതിന് ശേഷം ന്യൂട്രലൈസ് ക്രീം ചെയ്യും. അതും ഒരു 45 minutes എബോവ് വെച്ചതിന് ശേഷം സ്ട്രെയിറ്റ് ചെയ്ത് ബ്ലോ ഡ്രൈ ചെയ്ത് വാഷ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു സ്മൂത്തായിട്ട് ലുക്ക് വരും. ബോട്ടോക്സ് ഇപ്പം ഒരു 6 hours പ്രോസസ്സായിട്ടുണ്ടാവും. കാരണം ലോങ് ഹെയർ ആയതുകൊണ്ടും തിക്നെസ് ഉള്ളത് കൊണ്ടും 6 hours ആണ്. ഫസ്റ്റ് മാമിൻ്റെ ഹെയർ ഭയങ്കര ഡ്രൈ ആയിരുന്നു. നമ്മൾ കൺസൾട്ട് ചെയ്തതിന് ശേഷം ബോട്ടോക്സ് ഓക്കെ ആണെന്നുള്ളത് പറഞ്ഞുകൊണ്ട് നമ്മൾ ചെയ്തു. നമ്മൾ ഫസ്റ്റ് ക്ലാരിഫൈങ് ഷാമ്പു യൂസ് ചെയ്തിട്ട് നമ്മൾ ഹെയർ വാഷ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതൊരു 20 minutes നമ്മളത് സോക്ക് ചെയ്ത് വെച്ചിട്ട് വാഷ് ചെയ്ത് അതിൽ നിന്ന് ഫുൾ ഉള്ള ഓയിൽ അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ക്ലിയർ ചെയ്ത് കളഞ്ഞിട്ടുണ്ടായിരുന്നു. ആൻഡ് നെക്സ്റ്റ് നമ്മൾ ചെയ്തത് ക്രീം അപ്ലൈ ചെയ്തിട്ടുണ്ടായിരുന്നു. ക്രീം അപ്ലൈ ചെയ്തിട്ട് നമ്മൾ 1 hour മേലെ വെച്ചിട്ടുണ്ടായിരുന്നു. 1 hour മേലെ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് അവസാനം കഴുകി കളഞ്ഞു. ബാലൻസ് പ്രൊഡക്റ്റ് നമ്മൾ കെരാറ്റിൻ്റെ ഷാമ്പൂ യൂസ് ചെയ്തിട്ട് നമ്മൾ ബാലൻസ് പ്രൊഡക്റ്റ് ക്ലിയർ ചെയ്ത് കളഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ സെക്ഷൻ വൈസ് അയേണിങ് ചെയ്തു. അത് അത്യാവശ്യം 15 to 20 minutes അയൺ ചെയ്ത് കഴിഞ്ഞിട്ട് ഹെയറിന് അങ്ങനെ ലൂസ് ചെയ്ത് വിട്ടു. അത് കഴിഞ്ഞിട്ട് നോർമൽ വാഷ് ചെയ്തു. പിന്നെ ക്രീം അപ്ലൈ ചെയ്തു. സെക്ഷൻ വൈസ് ക്രീം അപ്ലൈ ചെയ്തിട്ട് അതും അത്യാവശ്യം 1 hour മേലെ മേ ബി വെച്ചിട്ടുണ്ടാവും. അത് വെച്ച് ക്ലീൻ ചെയ്ത് നോർമൽ ഡ്രൈ ചെയ്ത് എടുത്തു. അങ്ങനെ 3 steps ബോട്ടോക്സിന് മെയിനായിട്ട് വരുന്നുണ്ടായിരുന്നത്, അയേണിങ്ങും കൂടി. അപ്പോൾ ഇനി എന്തൊക്കെ ശ്രദ്ധിക്കണം? ഇനിയിപ്പം മാമിൻ്റെ ഹെയർ 3 days ഫസ്റ്റ് വാഷ് നമ്മുടെ അവിടെ വരണം. പ്രോട്ടീൻ വാഷാണ് വരുന്നത്. നമ്മൾ ഷാമ്പും കണ്ടീഷണറും ഇവിടുന്ന് സജസ്റ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു.
വീക്ക്ലി 2 ഹെയർ വാഷ് ചെയ്യുക. 3 ദിവസം ഹെയർ കെട്ടാനോ ക്ലിപ്പ് യൂസ് ചെയ്യാനോ ഒന്നും പാടില്ല. ജസ്റ്റ് ബെൻഡ് ചെയ്യാൻ, കാരണം ബെൻഡിങ് വരും. അപ്പോൾ 3 ഡേയ്സ് നന്നായിട്ട് കെയർ ചെയ്യണം. ഉറങ്ങുമ്പോൾ പോലും ഇങ്ങനെ അയച്ചിട്ടിട്ട് വേണം ഉറങ്ങാൻ വേണ്ടിയിട്ട് 3 ദിവസം. അതിനുശേഷം ഫസ്റ്റ് വാഷിന് ശേഷം പിന്നെ ഹെയർ സ്റ്റൈൽ ചെയ്യാം. ഇതെന്തായാലും ഒരു 50 to 60 വാഷസ് വരെ ഇത് ലോങ് ലാസ്റ്റിംഗ് ആണ് ബോട്ടോക്സിൻ്റെ ഈ പ്രൊഡക്ട്സ്. ഇപ്പോൾ ബോട്ടോക്സ് ചെയ്ത് വരുന്ന ആൾക്കാരിൽ ആരെങ്കിലും എന്തെങ്കിലും കൂടുതലായിട്ട് ചെയ്യുന്ന മിസ്റ്റേക്കുകൾ ഉണ്ടോ ചെയ്ത ശേഷം? അതാണ് ആഫ്റ്റർ കെയർ കറക്റ്റായിട്ട് ചെയ്തില്ലെങ്കിൽ അത് അത്രയും ടൈം അവർ സ്പെൻഡ് ചെയ്തത് വേസ്റ്റായി പോകും. കാരണം ഇത് അത്യാവശ്യം എക്സ്പെൻസീവായിട്ട് വരുന്ന ട്രീറ്റ്മെൻറ്റ് ആണ്. ഇതിപ്പം മേ ബി ഈ ഹെയറിന് ഒരു 10,000 അബവ് വരുന്നുണ്ട്. നമ്മുടെ ഓഫർ ആയതുകൊണ്ടാണ് മാമിന് 699 അത് ചെയ്യാൻ പറ്റിയത്. ഇത് അത്യാവശ്യം അങ്ങനെ നല്ല ലെങ്ത് ഉണ്ട്, കണ്ടാററിയാം. പിന്നെ അതുപോലെ വോളിയം ഉണ്ട്. സോ അത് ആഫ്റ്റർ കെയർ അത് നന്നായിട്ട് ഇമ്പോർട്ടൻ്റ് ആണ് ബോട്ടോക്സിൽ. അല്ലെങ്കിൽ അത്രയും അവർ മണിക്കൂറോളം സ്പെൻഡ് ചെയ്തത് വേസ്റ്റ് ആവുകയാണ്. ബാക്കി പിന്നെ ബാക്കിൽ സർവീസസ് വരുന്നത് പെഡിക്യൂർഡ്, മാനിക്യൂർഡ് വരുന്നുണ്ട്. ഫേഷ്യൽസിൽ തന്നെ ഒരുപാട് വെറൈറ്റീസ് വരുന്നുണ്ട്. അതിൽ മെയിൻ O3 ഫേഷ്യലൊക്കെ വരുന്നുണ്ട്. ഇതൊക്കെ അത്യാവശ്യം കൊളാജ് ഫേഷ്യൽ, അങ്ങനെ ഒരുപാട് ഫേഷ്യൽസിൻ്റെ ഡിഫറെൻ്റ് ആയിട്ട് വരുന്നുണ്ട്. ഹെയർ സ്പാ വരുന്നുണ്ട്. അതിൽ നറിഷിങ്, റിപ്പയർ, അങ്ങനെ ടൈപ്പ് വെറൈറ്റീസ് വരുന്നുണ്ട്. ഫേസിൽ മെയിനായിട്ട് വെച്ച് കഴിഞ്ഞാൽ അവർ നമ്മൾ കൺസൾട്ട് ചെയ്യുമ്പോൾ അവർക്ക് ഏതാണ് മെയിനായിട്ട്, ഇപ്പോൾ ഒരു ബ്ലാക്ക് ഹെഡ്സ് വൈറ്റ് ഹെഡ്സ് റിമൂവ് ചെയ്യുമ്പോൾ നമ്മൾ നല്ലൊരു ക്ലീനപ്പ് പറഞ്ഞു കൊടുക്കും. അപ്പോൾ ക്ലീനപ്പിന് ഇപ്പോൾ സ്റ്റാർട്ടിങ് കൂടെ 450 ആയിട്ട് വരുന്നത്. സോ അവരുടെ ഏതാണ് അവരുടെ കസ്റ്റമറിൻ്റെ പ്രിഫറൻസ് ഏതാണ് വെച്ചിട്ട് അതിന് സ്യൂട്ടബിൾ ആയിട്ടുള്ളതാണ് പറയുന്നുണ്ടാവുക. അപ്പം ഇപ്പോൾ ഫേഷ്യൽസിനും ഇതിനും മെയിനായിട്ട് അപ്പോയിൻമെൻറ്റ്സ് പോകുന്നത് ഇപ്പോൾ ഓഫേഴ്സിനുള്ള കാര്യങ്ങളാണ്. അപ്പോൾ മെയിനായിട്ട് അപ്പോയിൻമെൻറ്റ്സ് എടുത്ത ആൾക്കാരാണ് നമ്മൾ ഏറ്റവും കൂടുതൽ പ്രയോറിറ്റി കൊടുക്കുന്നുണ്ടാവുക. സോ അപ്പോയിൻമെൻറ്റ്സ് എടുത്തിട്ട് പരമാവധി സലോണിൽ വരികയാണെങ്കിൽ നമുക്ക് വേഗം വേഗം സർവീസസ് ചെയ്യാനായിട്ട് പറ്റും. അതിപ്പോൾ ഏത് സർവീസ് ആണെന്നുണ്ടെങ്കിൽ അപ്പോയിൻമെൻറ്റ് ഇപ്പോൾ കറൻറ്റ്ലി ഓഫേഴ്സ് റണ്ണിങ് ആയതുകൊണ്ട് നമുക്ക് റഷ് വരുമ്പോൾ അതിനൊന്ന് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പോയിൻമെൻറ്റ്സിന് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് നമുക്ക് 9:30 മുതൽ 8 PM വരെ നമ്മുടെ സലോൺ ഓപ്പൺ ആണ്. സോ അതിനുള്ളിൽ നിങ്ങൾക്ക് അപ്പോയിൻമെൻറ്റ്സ് എടുക്കാം. ഇപ്പം നാളെ ചെയ്യുന്നുണ്ടെങ്കിൽ ഇന്നൊരു 8 PM അപ്പോയിൻമെൻറ്റ് എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് സ്ലോട്ട് ഓൾറെഡി മാറ്റി വെച്ചിട്ട് നമുക്ക് ഡയറക്റ്റായിട്ട് വന്ന് സർവീസ് ചെയ്യാം. അപ്പോൾ നമ്മുടെ ജ്യോതിഷ ഹെയർ കട്ടൊക്കെ കഴിഞ്ഞ് സുന്ദരി കുട്ടിയായിട്ട് ഇരിക്കുന്നുണ്ട്. അപ്പോൾ എങ്ങനെയുണ്ട് ഹെയർ കട്ട് ചെയ്തത്? ഓക്കെ ആയോ? ഇഷ്ടപ്പെട്ടോ എന്നൊക്കെ നമുക്ക് ജോഷിയോട്ട് ചോദിക്കാം. എനിക്ക് ഇഷ്ടപ്പെട്ടു. ഞാൻ കുറേ കാലം കൂടിയിട്ടാണ് ഷോർട്ട് ഹെയറിലോട്ട് തിരിച്ചു വരുന്നത്. ലോങ് ഹെയർ മാറ്റണം എന്ന് എൻ്റെ ഭയങ്കര ആഗ്രഹമായിരുന്നു. അപ്പം ഞാനൊരു സാമ്പിൾ കാണിച്ചു കൊടുത്തായിരുന്നു. എനിക്ക് ആ റിസൾട്ട് തന്നെ എനിക്ക് തരുകയും ചെയ്തു. സോ ഫുള്ളി സാറ്റിസ്ഫൈഡ്. ആൻഡ് മുടി വെട്ടി തന്ന നമ്മുടെ ചേച്ചി ഫുള്ളി സാറ്റിസ്ഫൈഡ് ആണോ? അതെ, മുടി വെട്ടണ്ട എന്നൊക്കെ എന്നോട് പറഞ്ഞായിരുന്നു. ലോങ് ഹെയർ എന്തിനാ വെട്ടുന്നേ എന്നൊക്കെ പറഞ്ഞു. പിന്നെ എന്റെ നിർബന്ധം തന്നെ. ശരിക്കും നമുക്ക് അങ്ങനെ തോന്നലുണ്ട്, നമ്മള് പാർലറിൽ ചെന്ന് കഴിഞ്ഞാൽ അവർ നമ്മളെ കൊണ്ട് മുടി വെട്ടിക്കും എന്നുള്ളത്. അപ്പൊ അങ്ങനെയൊന്നുമല്ല. പക്ഷെ ഇത് അങ്ങനെയല്ല. എൻ്റെ അടുത്ത് കുറച്ച് അറ്റം മാത്രം മുറിച്ചാൽ പോലെ, ഡാമേജ് ഉള്ള ഹെയർ മാത്രം കളയും എന്നൊക്കെ കുറെ പറഞ്ഞു നോക്കി. സോ ഞാൻ ഫുള്ളി സാറ്റിസ്ഫൈഡ്. എനിക്ക് ഞാൻ തുടക്കത്തിൽ പറഞ്ഞ പോലെ തന്നെ ക്വാളിറ്റി നിർബന്ധമായിരുന്നു. സോ ആ ക്വാളിറ്റി എനിക്ക് കിട്ടി. സോ ഐ എം ഫുള്ളി സാറ്റിസ്ഫൈഡ്. അപ്പോൾ ഇവർ നമ്മുടെ ഇവിടെ എന്തൊക്കെയാണ് സർവീസസ് ഉള്ളത്, അവരുടെ ഓഫറിനെ കുറിച്ചും ഒക്കെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തരുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ഓഫർ തീരുന്നതിന് മുമ്പേ വരിക. ബുക്ക് ചെയ്ത ശേഷം വന്നു കഴിഞ്ഞാൽ ഇവർ പറഞ്ഞ പോലെ വെയിറ്റ് ചെയ്യാൻ നമുക്ക് പെട്ടെന്ന് നമുക്ക് ആവശ്യമുള്ള സർവീസ് കിട്ടിയിട്ട് പോവാം അല്ലേ? അതെ. അപ്പോൾ നമുക്ക് ഇത് കറക്റ്റ് ലൊക്കേഷൻ വരുന്നത് വൈറ്റില പൊന്നുരുന്നിയാണ് കറക്റ്റ് ലൊക്കേഷൻ വരുന്നത്. റോഡ് സൈഡ് തന്നെയാണ്. അപ്പോൾ നിങ്ങൾക്കൊക്കെ നല്ല സർവീസ്, നമ്മൾ ആദ്യം പറഞ്ഞ പോലെ ക്വാളിറ്റി ഉള്ള നല്ല ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട്, കാരണം ഇവർ എപ്പോഴും ഓഫർ വയ്ക്കുന്ന ആൾക്കാരാണ്. അപ്പോൾ ഓഫറിൽ വന്ന് ചെയ്യാൻ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ചൂസ് ചെയ്യാവുന്ന ഒരു ഓപ്ഷനാണ് ലൈറ. അപ്പോൾ പുതിയൊരു വ്ളോഗുമായിട്ട് പുതിയ ഫാഷൻ കാര്യങ്ങളായിട്ട് അപ്ഡേഷൻസ് ആയിട്ട് വീണ്ടും കാണാം. താങ്ക് യു സോ മച്ച്. ബൈ.